ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ S3 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 2024 KTU BTech S3 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ നിങ്ങൾ S3യിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ S3 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ തരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന കോഴ്സിൽ നിങ്ങളുടെ ഈ S3 വരുന്ന ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മാത്സ് ഉണ്ട്. മാത്സ് കോമൺ സബ്ജക്റ്റ് ആണ്. പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ അനാലിസിസ് 1 അത് നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. പിന്നെ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് സർവേയിങ് ഉണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ സയൻസ് ആൻഡ് ഡേറ്റ സയൻസ് അത് കോമൺ ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. പിന്നെ എക്കണോമിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതൊരു കോമൺ സബ്ജക്റ്റ് ആണ്. പിന്നെ നമുക്ക് 2 ലാബ് വരുന്നുണ്ട്, സർവേ ലാബ് പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ്. നിങ്ങൾ പഠിക്കുന്ന സർവേയിങ് വെച്ചിട്ട് ചെയ്യുന്ന അതിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും സർവേ ലാബിൽ ഉണ്ടാവുക. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്ന എക്സ്പെരിമെന്റുകളുടെ ആപ്ലിക്കേഷൻ ആയിരിക്കും FM ലാബിൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് റെമഡിയൽ ആൻഡ് മൈനർ കോഴ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ദർശന മാം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഇനി അടുത്തത് ഇതിൽ ഫസ്റ്റ് വരുന്നത് മാത്സ് അല്ലെ. മാത്സിൽ നമുക്ക് ഇന്റേണൽ മാർക്ക് 40, എക്സ്റ്റേണൽ മാർക്ക് 60 അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മാത്സിൽ നിങ്ങൾക്ക് ഫോറിയർ ഇന്റഗ്രൽ, കോംപ്ലക്സ് ഫംഗ്ഷൻ, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇതൊക്കെ പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ടെക്സ്റ്റ് 1 ആണ്. ആ ടെക്സ്റ്റ് 1 ഏതൊക്കെ റെലവെന്റ് ടോപ്പിക്സ് ആണ് ആ ടോപ്പിക്കിന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് 1 അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ടോപ്പിക്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെ 4th മോഡ്യൂൾ ടൈലർ സീരീസ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് 1 ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് അറ്റൻഡൻസ്, നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇന്റേണൽ മാർക്സിൽ അറ്റൻഡൻസ് 5, പ്രോജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് 50, 2 ഇന്റേണൽസിന് 10 വീതം, അങ്ങനെ ടോട്ടൽ ഇന്റേണൽ മാർക്ക് ഒരു 40 ആണ് വരിക. എക്സ്റ്റേണൽ മാർക്ക് നിങ്ങൾക്ക് 60 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ എർവിൻ ക്രേസിക് അതാണ് നിങ്ങളുടെ മെയിൻ ബുക്ക്. ആ ബുക്കിൽ വരുന്ന നമുക്ക് ഓരോരോ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഇന്ന നമ്പേഴ്സ് ഒക്കെ ഇന്ന സെക്ഷൻ ആണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് വെക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൈബ്രറിയിൽ നിന്ന് എവിടുന്നേലും കളക്ട് ചെയ്യുക. പിന്നെ റെഫറൻസ് ബുക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്, കോംപ്ലക്സ് അനാലിസിനും പിന്നെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ബുക്കുകൾ, ഗ്രേവാൾഡ് ബുക്കുണ്ട്. ഓക്കെ, പിന്നെ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ബുക്ക്, KR റാവു. ഓക്കെ, ഇങ്ങനെയുള്ള റെഫറൻസ് ബുക്കുകളൊക്കെ നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഇത് നമ്മുടെ സിവിലിന്റെ ഒരു കോർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നിങ്ങൾക്ക് ഇപ്പം മാത്രമല്ല S3യിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. ഇത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറാണ്. നമ്മളിപ്പം മെക്കാനിക്സ് ഒക്കെ പഠിച്ചതുപോലെ അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് അല്ലെ. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന് നമുക്ക് ഇന്റേണൽ മാർക്ക് 40ഉം എക്സ്റ്റേണൽ മാർക്ക് 60ഉം ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതില് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുക. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, പ്രഷർ മെഷർമെന്റ്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുക. അത്യാവശ്യം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതാണ്. ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ തിയറിയാണ്, പിന്നെ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ടോട്ടൽ പ്രഷർ ഡിറ്റർമിനേഷൻ, സെന്റർ ഓഫ് പ്രഷർ, സർഫസിൽ ഓരോ സർഫസുകളുടെ സെന്റർ ഓഫ് പ്രഷർ എവിടെയാണ് വരുന്നത്, പിന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് ബോഡീസിനെ പറ്റിയിട്ട് അതിന്റെ ബോയൻസി. ഓക്കെ, പിന്നെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് അതായത് ഫ്ലൂയിഡ് മോഷനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അതായത് മോഷന് ഫോഴ്സ് കോസിങ് മോഷൻ അങ്ങനെ ഡൈനാമിക്സ് പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്താ ഫ്ലോ ത്രൂ ഓറിഫേസ് ഉണ്ട്. ചെറിയ ഓറിഫേസിലെ കൂടെ ഒക്കെ വാട്ടർ ഒഴുകുമ്പോൾ അതിന്റെ വെലോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പൈപ്പിൽ കൂടെ ഫ്ലോ വരുമ്പോൾ, പിന്നെ ഓപ്പൺ ചാനലിൽ കൂടെ അതായത് നമ്മുടെ കനാല് പോലുള്ള സ്ട്രക്ചറുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ എങ്ങനെയായിരിക്കും ഫ്ലോ, അതിന്റെ ഫ്ലോയുടെ സ്റ്റഡീസ് ഉണ്ട്. പിന്നെ നോച്ച് ആൻഡ് വിയർ, നമുക്ക് നോച്ച് വിയർ ഫ്ലോ മെഷറിംഗ്, അതായത് അതിന്റെ കൂടെ റെക്ടാംഗുലർ നോച്ച്, ട്രയാംഗുലർ നോച്ച് അങ്ങനെ വിയർ ഉണ്ട്. ഓക്കെ, ചെറിയ തടയാനുള്ള സാധനങ്ങൾ അതിന്റെ മേളിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകുമ്പോൾ അതായത് വാട്ടർ പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി ഓഫ് അപ്രോച്ച്, വെലോസിറ്റി ഓഫ് കൺട്രാക്ഷൻ, അതിന്റെ വെലോസിറ്റി, അങ്ങനെ കുറച്ച് അതിന്റെ ഫ്ലോ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്യാവശ്യം നന്നായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും നിങ്ങളിവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇതില് മെയിൻലി അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട്. പിന്നെ പ്രൊജക്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് ഒരു 15 മാർക്കിന് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇന്റേണൽ എക്സാമിന് 10 ഉണ്ട്. ഇന്റേണൽ എക്സാമിന് 2 എക്സാം 10 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 40 മാർക്ക്. ഓക്കെ, പിന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷന് നിങ്ങൾക്ക് 60 മാർക്ക് ആയിരിക്കും ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ FM നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. FM അത്യാവശ്യം നന്നായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ബെൻസാറിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അതിൽ അത്യാവശ്യം നന്നായിട്ട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലൈബ്രറിയിൽ ആ ബുക്ക് കളക്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ബുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സിറോക്സ് എടുക്കുകയോ ഒക്കെ ചെയ്യാം. കൺവീനിയൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തിട്ട് പ്രോബ്ലം നന്നായിട്ട് സോൾവ് ചെയ്യണം. ഒത്തിരി പേർക്ക് സപ്ലൈ വരാനുള്ള ഒരു പേപ്പറാണിത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ട്യൂഷനൊക്കെ വരുന്നുണ്ട് ഈ പേപ്പർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പേപ്പറാണ് ഈ FM എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരും ഗേറ്റ്, PSC എക്സാംസ്, അല്ലെങ്കിൽ PSC കേരള PSC എക്സാം, അല്ലെങ്കിൽ SSC, ഇതുപോലെ എല്ലാ എക്സാമുകൾക്കും അത്യാവശ്യം നല്ലൊരു 10 മാർക്ക് അറൗണ്ട് ഈ FM എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പേപ്പറാണ് ഇത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിലെ ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ നമ്മൾ മെയിൻലി തിയറിക്ക് ബെറ്റർ ആയിട്ടുള്ളത് മോഡി ആൻഡ് സേത്ത് ബുക്ക് ആയിരിക്കും, എൻ്റെ ഒരു അഡ്വൈസ് ആണ്. പിന്നെ RK ബെൻസാലായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലംസിന് നിങ്ങൾക്ക് ബെറ്റർ. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഏതാണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ടെക്സ്റ്റ് ബുക്കുകൾ അറേഞ്ച് ചെയ്യാം, അതിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വരുന്ന ഒരു പേപ്പറാണ് നമ്മുടെ സിവിലിൻ്റെ തന്നെ കോർ പേപ്പറാണ് സ്ട്രക്ചർ അനാലിസിസ് 1 എന്ന് പറയുന്നത്. പൊതുവെ എല്ലാവരും പാടാണ് എന്ന് പറയാറുള്ള പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇന്റേണൽ എക്സാം 40, എക്സ്റ്റേണൽ 60 അങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ട്രസ്സുകളെ പറ്റിയിട്ട്, നമ്മുടെ വീടിൻ്റെ ഒക്കെ മേളിൽ ട്രസ് തരത്തില്ലേ അതിനെ പറ്റിയിട്ട്, പിന്നെ കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജസ്, സസ്പെൻഷൻ ബ്രിഡ്ജ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, പുനലൂരിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് പോലത്തെ സസ്പെൻഷൻ ബ്രിഡ്ജുകളെ പറ്റിയിട്ട്, പിന്നെ നമുക്ക് കേബിളുകളിൽ വരുന്ന ലോഡ് അതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുണ്ടാവുക. പിന്നെ നമ്മൾ ഡിഫോർമേഷൻ റെസ്പോൺസ്, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീമിന്റെ ഡിഫോർമേഷൻ റെസ്പോൺസ് വരുന്ന 2-3 മെത്തേഡ്സ് ഉണ്ട്. മൊമെന്റ് ഏരിയ മെത്തേഡ്, കോഞ്ചുഗേറ്റ് മെത്തേഡ്, ഇതൊക്കെയാണ് 1-2 മൊഡ്യൂളുകളായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് എനർജി പ്രിൻസിപ്പിൾസ്, എനർജി തിയറംസ്, യൂണിറ്റ് ലോഡ് മെത്തേഡ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ 2-ൽ ഉണ്ടാവുക. ഇനി മൊഡ്യൂൾ 3-ൽ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകളെ പറ്റിയിട്ടാണ് പഠിക്കുക. ഇനി അതിന്റെ അനാലിസിസ്, പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ മൊഡ്യൂൾ 3-ൽ പഠിക്കുക. ഇനി മൊഡ്യൂൾ 4-ലാണെങ്കിൽ നമ്മൾ 3 ഹിഞ്ചഡ് ആർച്ച്, അതായത് ആർച്ചുകളിൽ തന്നെ 3 ഹിഞ്ചഡ് ആർച്ചുകൾ. ഓക്കെ, അപ്പോൾ ആ ആർച്ചിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ 3 ഹിഞ്ചഡ് ആർച്ചസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട്, സപ്പോർട്ട് റിയാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് മൂവിങ് ലോഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ലോഡ്സ്, അതുവരെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡുകളെ പറ്റിയിട്ടാണ് പഠിക്കുക. വെഹിക്കിൾ ലോഡ്സ്, അതുപോലെ മൂവിങ് ലോഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മൂവിങ് ലോഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ 4th മൊഡ്യൂൾ കുറച്ച് ടഫായിരിക്കും. ഈ ആർച്ച് വലിയ കുഴപ്പമില്ല, മൂവിങ് ലോഡ്സ് ആ കൺസെപ്റ്റ് മനസ്സിലായാൽ കുഴപ്പമില്ല, ചിലവർക്ക് അത് കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇന്റേണൽ എക്സാമിന് നമുക്ക് ടോട്ടൽ 40 മാർക്കിൽ 10 ഈച്ച് വരും, 2 സീരീസ് എക്സാമിന്. പിന്നെ ഒരു പ്രൊജക്റ്റ് അല്ലെ അസൈൻമെന്റ് 15 മാർക്കിന്, അറ്റൻഡൻസ് 5 മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് സെമസ്റ്റർ എക്സാമിനേഷൻ നമുക്ക് നേരത്തെ നടന്ന പോലെ തന്നെ 60 മാർക്സിനാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ബെറ്റർ ബുക്കായിട്ട് ഞങ്ങളൊക്കെ പഠിച്ച ദേവദാസ് മേനോൻ സാറിന്റെ ബുക്ക് സ്ട്രക്ചർ അനാലിസിസും, പിന്നെ ജുനാർക്ക് SP ജുനാർക്ക് മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ് വോളിയം 1 and 2 ഒക്കെയാണ് ഞങ്ങളൊക്കെ റെഫർ ചെയ്തിരുന്നത്. വേറെ ബുക്കുകളും കൊടുത്തിട്ടുണ്ട്, RC ഹിബ്ലർ, CS റെഡ്ഡി എന്നുള്ള ബുക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള ബുക്കുകൾ കളക്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ്. ഓക്കെ, ഇപ്പോൾ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് ബാക്കി സബ്ജക്റ്റ് പോലല്ല. ഇതിൽ ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 60 മാർക്കും എക്സ്റ്റേണൽ നിങ്ങൾക്ക് 40 മാർക്കും ആയിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 60 വരുന്നത്? ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് ആണ്, പിന്നെ ലെവലിംഗ് ആണ്. അതൊക്കെ എളുപ്പമാണ് കേട്ടോ. പൊതുവെ സർവേയിങ് എന്ന് പറയുമ്പോൾ തിയറി വളരെ എളുപ്പമാണ്. ഓക്കെ, വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാം, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് S3 നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്കുള്ള സബ്ജക്റ്റുകൾ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് സർവേയിങ് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന പേപ്പർ ഇത്. ഓക്കെ, ഇപ്പോൾ ലെവലിങ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ കോണ്ടൂർ മാപ്പൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, പിന്നെ നമ്മൾ ഓരോ ഏരിയ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുക, മാസ് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യാം, പിന്നെ ട്രയാങ്കുലേഷൻ മെത്തേഡ്സ്, പിന്നെ എറേഴ്സ്, നമുക്ക് സർവേയിങ് ചെയ്യുമ്പോൾ എറേഴ്സ് വരാം അതിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ടോട്ടൽ സ്റ്റേഷനും, പിന്നെ റീസെന്റ് ട്രെൻഡ്സ്, സർവേയിങ്ങിലുള്ള റീസെന്റ് ട്രെൻഡ്സ്, റിമോട്ട് സെൻസിങ് സ്റ്റഡീസ്, GIS ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സർവേയിങ്ങിൽ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് GIS ഒക്കെ കുറച്ചുകൂടെ ഒരു ഇലക്ട്രോണിക്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് വരും, എങ്കിലും നമുക്ക് പഠിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഫസ്റ്റ് 2 മൊഡ്യൂൾ നല്ല ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് തിയറി ഓഫ് എറേഴ്സ് കുഴപ്പമില്ല. ടോട്ടൽ സ്റ്റേഷൻ ഒക്കെ വരുമ്പോഴത്തേന് നമുക്ക് അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ, അതായത് കുറച്ചുകൂടെ തിയറി മീൻസ് കുറച്ച് തിയറി കുറച്ച് ടഫായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ പ്രോപ്പർ ടെക്സ്റ്റ് ബുക്കുകൾ നോട്ടൊക്കെ കളക്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് പ്രോജക്റ്റ് ടോപ്പിക്സിനുള്ള സജഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിലൊരു പ്രോജക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇപ്പോൾ പ്രോജക്റ്റ് 30 മാർക്സിനാണ് ഉള്ളത്.
ഓക്കെ, പ്രൊജക്ട് 30 മാർക്സ് ആണ്. ബാക്കി 30 മാർക്സിൽ 12.5 വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ 25 മാർക്ക് ഇന്റേണൽ എക്സാമിന്, 5 മാർക്ക് അറ്റൻഡൻസിനായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 60 മാർക്കാണ് ഇന്റേണൽ മാർക്കായിട്ട് വരിക. എക്സ്റ്റേണൽ എക്സാമിനേഷൻ 40 മാർക്സിലായിരിക്കും. ഇതിൽ നമുക്ക് പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ടും, പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യൻസ് 6 മാർക്ക്, ടോട്ടൽ 8 ക്വസ്റ്റ്യൻ വരും. അതിൽ നിങ്ങൾ ഒരു മോഡ്യൂളിലെ 2 ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ 4 into 6 24 മാർക്ക് വെച്ചിട്ട് എക്സ്റ്റേണൽ എക്സാമിന് നമുക്ക് 40 മാർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സർവേയിന് വേണ്ടി റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകൾ നമ്മൾ പുൻമിയാൻ ടെക്സ്റ്റുകൾ, അതിപ്പോൾ ഫസ്റ്റ് 2 മോഡ്യൂളുകൾക്കൊക്കെ പുൻമിയാൻ ടെക്സ്റ്റ് മതിയാവും. പിന്നെ GIS, റിമോട്ട് സെൻസിങ്, അതിനൊക്കെ നമുക്ക് വേറെ ടെക്സ്റ്റ് ബുക്ക് വേണ്ടി വരും റെഫർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതായത് മോഡുകൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് ലൈബ്രറിയിൽ നിന്ന് ആ സമയത്ത് ടെക്സ്റ്റ് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആരെങ്കിലുമൊക്കെ ഈ ടെക്സ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വേണ്ട ടോപ്പിക്സ് ക്ലാസ് നടക്കുന്നതിൻ്റെ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്കാൻ ചെയ്ത് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്കിതിൽ പ്രൊജക്റ്റിന് 30 മാർക്ക് എന്ന് പറയില്ലേ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് പ്ലാനിങ്ങിന് ഒരു 5 മാർക്ക് ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, പ്രൊജക്ട് പ്രസന്റേഷനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷന് ഒരു 4 മാർക്സ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, അതായത് ടീം വർക്കിനൊക്കെ ഒരു 3 മാർക്ക്, പിന്നെ എക്സിക്യൂഷൻ ഒരു 10 മാർക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഫൈനൽ പ്രസന്റേഷന് 5 മാർക്സ് ആണ് ഉണ്ടാവുക. പിന്നെ നിങ്ങളുടെ പ്രൊജക്ട് ക്ലാരിറ്റി ആൻഡ് ഇന്നോവേഷന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ 3 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 30 മാർക്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു AI ഡാറ്റ സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ AI ആൻഡ് ഡാറ്റ സയൻസിന് നിങ്ങൾക്ക് സാധാരണ പോലെയാണ് ഇന്റേണൽ മാർക്ക് 40, എക്സ്റ്റേണൽ 60 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു AI, മെഷീൻ ലേണിംഗ്, പിന്നെ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് AI ആൻഡ് ഡാറ്റ സയൻസ്, പിന്നെ അപ്ലൈഡ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ AI ആൻഡ് ഡാറ്റ സയൻസ്, പിന്നെ ബേസിക് ഡാറ്റ സയൻസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് 4 മോഡ്യൂളായിട്ട് വരിക. ഇതിൽ നിങ്ങൾക്ക് സാധാ സബ്ജക്റ്റുകളെ പോലെ തന്നെ അറ്റൻഡൻസ് 5, അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രോജക്ട് 50, പിന്നെ ഇന്റേണൽ എക്സാമിന് 10 മാർക്ക് വെച്ചിട്ടാണ് ടോട്ടൽ 40. ഓക്കെ, എക്സ്റ്റേണൽ 60 മാർക്സിലായിരിക്കും. പാർട്ട് എയിൽ 8 മാർക്കുള്ള 8 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വീതം, പിന്നെ പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻ 9 മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, 5 റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ്, അത് കോമൺ സബ്ജക്റ്റ് ആണ്. S3 അല്ലെങ്കിൽ S4 നിങ്ങൾക്ക് ഇത് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് 50, എക്സ്റ്റേണൽ മാർക്ക് 50, കോൺട്രിബ്യൂഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിലെ ബേസിക് എക്കണോമിക് കൺസെപ്റ്റ്സ് ഒക്കെ ആയിരിക്കും. സെക്കൻഡ് മോഡ്യൂൾ കോസ്റ്റ് കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. തേർഡ് മോണിറ്ററി സിസ്റ്റം, ടാക്സേഷൻ, അതൊക്കെയാണ്. ഫോർത്തിൽ വാല്യൂ അനാലിസിസ്, വാല്യൂ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറ്റൻഡൻസിന് ബാക്കി സബ്ജക്റ്റുകളെ പോലെ ഇവിടെ 10 മാർക്ക് ഉണ്ട് അറ്റൻഡൻസിന്. ഓക്കെ, പിന്നെ പ്രോജക്റ്റിന് 15, ഇന്റേണൽ എക്സാം ഫസ്റ്റിന് 12.5, സെക്കൻഡിന് 12.5. ഓക്കെ, അങ്ങനെ ടോട്ടൽ 50. ഇനി നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാം വരുവാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ 6 questions 3 marks each ആയിരിക്കും. പാർട്ട് ബിയിൽ 4 questions 8 marks each ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 50 മാർക്സ് ആണ് വരുന്നത്. അടുത്തത് നിങ്ങൾക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, മാനേജറിയൽ എക്കണോമിക്സ്, എഞ്ചിനീയറിംഗ് എക്കണോമിക്സ്. ഓക്കെ, ഇങ്ങനെ 3 ടെക്സ്റ്റ് ബുക്കിന്റെ പേര് പറയുന്നുണ്ട്. ഓക്കെ, സിലബസിൽ അതെല്ലാം പറയുന്നുണ്ട്. ഇനി അടുത്ത് നിങ്ങൾക്ക് S3 അല്ലെങ്കിൽ S4 വരുന്ന വേറൊന്നാണ് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 50-50 ഈച്ച് ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ, ഇന്റേണലും എക്സ്റ്റേണലും. ഓക്കെ, ഇവിടെ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് എത്തിക്സ്, പിന്നെ ബേസിക് കൺസെപ്റ്റ് ഇൻ ജെൻഡർ സ്റ്റഡീസ്, അതുപോലുള്ള കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ എത്തിക്സ്, എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ മാനേജ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, മൊബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, പിന്നെ റിന്യൂവബിൾ എനർജി, സസ്റ്റൈനബിൾ ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ നമുക്ക് കോഴ്സ് അസസ്മെന്റ് മെത്തേഡിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മറ്റേ സാധാ കോഴ്സിനെ പോലെയല്ല. ഇവിടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സിൽ നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യും. നിങ്ങളൊരു പോർട്ട്ഫോളിയോ, ഒരു ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ലേൺ ചെയ്തു എന്നുള്ളതിൽ അതിലേക്ക് നിങ്ങൾ എന്തൊക്കെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ റിലവന്റ് മെറ്റീരിയൽസ് ഒക്കെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യേണ്ടിയുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളൊരു 4 അല്ലെങ്കിൽ 6 പേരുള്ളൊരു ഗ്രൂപ്പായിട്ട് സെമസ്റ്ററിന്റെ ബിഗിനിങ്ങിലെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 2 ക്ലാസ് അവേഴ്സിലും 3 സെൽഫ് സ്റ്റഡി അവേഴ്സിലുമായിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോർട്ട്ഫോളിയോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അത് ജനറലായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 7th സെമസ്റ്ററിലെ സെമിനാർ പ്രസന്റേഷന്റെ സമയത്ത് നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇവാലുവേഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ബാക്കി സബ്ജക്റ്റുകൾ പോലെ അല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിന്റെ PDF നിങ്ങളുടെ PDF നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ
നിങ്ങളുടെ ഈ S3 സിലബസിന്റെ PDF നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്, റിഫ്ലക്റ്റീവ് പ്രോജക്റ്റ്, റിഫ്ലക്റ്റീവ് ജേണൽ, മൈക്രോ പ്രോജക്റ്റ്, പിന്നെ അതുപോലെ തന്നെ അതിലുള്ള ആക്ടിവിറ്റീസ്, ഫൈനൽ പ്രസന്റേഷൻ, അതിനൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. ചിലത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിനാണ് മാർക്ക് വരിക, മറ്റേത് ചിലത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനായിരിക്കും മാർക്ക് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 50 മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സാധാരണ സബ്ജക്ട് പോലുള്ള ഇവിടെ ഇന്റേണൽ അസസ്മെന്റ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് റെഫറൻസിന് ബുക്സ് തന്നിട്ടുണ്ട്, 7 റെഫറൻസ് ബുക്സ് തന്നിട്ടുണ്ട്. ബുക്സ് ഒക്കെ കളക്ട് ചെയ്യുക, വായിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആക്ടിവിറ്റീസ് ഓരോ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഓരോ മോഡ്യൂളിലും നിങ്ങൾക്ക് പറയുന്ന ആക്ടിവിറ്റീസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സജഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരും. ഓക്കെ, ഇനി അടുത്തത് സർവേ ലാബാണ്. നമ്മൾ സർവേയും പഠിച്ചിട്ടുള്ളതിൽ അതിന്റെ സർവേ ലാബാണ് സർവേ ലാബിൽ ഉണ്ടാവുക. അവിടെ നമുക്ക് 50-50 ആണ്, ഇന്റേണൽ 50, എക്സ്റ്റേണൽ 50. അപ്പൊ ഇന്റേണൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ടി ലാബ് അവേഴ്സ് വേണം. അതിൽ നമ്മൾ എന്താണ് കൺവെൻഷണൽ സർവേയിങ്, ചെയിൻ ടൈപ്പ്, കോമ്പസ്, പിന്നെ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള ഡിഫറൻസ് സർവേയിങ്, പിന്നെ ടോട്ടൽ സ്റ്റേഷൻ സർവേ, അതുപോലുള്ള സർവേയിങ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്ന അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലാബ് വർക്ക്, അതായത് വൈവ, പിന്നെ നമ്മുടെ ലാബ് റിപ്പോർട്ട് കറക്റ്റ് സമയത്ത് വെക്കുക, റെക്കോർഡ്, ഇതിനെല്ലാം കൂടെ കണ്ടിന്യൂസ് അസസ്മെന്റ് 25 മാർക്ക്. അതിന്റെ ലാബ് എക്സാമിന് ഇന്റേണൽ എക്സാമിന് 20 മാർക്ക്. ഓക്കെ, അങ്ങനെ 25 + 20 + 5 50 മാർക്ക് ഇന്റേണൽ ഉണ്ടായിരിക്കും. പിന്നെ എൻഡ് സെമസ്റ്ററിന് നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ, പ്രിപ്പറേറ്ററി വർക്ക്, ഡിസൈൻ ഒക്കെ ചെയ്യുന്ന അതിന് 10 മാർക്ക്. ഓക്കെ, പിന്നെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു 15 മാർക്ക്, റിസൾട്ടിന് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് 10 മാർക്ക്, വൈവ 10, റെക്കോർഡ് 5, അങ്ങനെ ടോട്ടൽ 50 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് അസസ്മെന്റിൽ തന്നെ നിങ്ങളുടെ ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 25 മാർക്സ് തന്നെയല്ലേ, അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീ ലാബ് വർക്ക്, അതായത് നമ്മൾക്ക് പ്രീ ലാബ് അസൈൻമെന്റ്, അതിനൊക്കെ നമുക്ക് 7 മാർക്ക്, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് 7, ലാബ് റിപ്പോർട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിനൊക്കെ 6 മാർക്ക്, വൈവായിരിക്കും 5 മാർക്ക്, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പ്രൊസീജിയർ, പ്രിലിമിനറി വർക്കിനൊക്കെ 10 മാർക്ക്, പിന്നെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് 15, റിസൾട്ടിന് 10, വൈവായിക്ക് 10, റെക്കോർഡിന് 5, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിൽ നമ്മൾ FM പഠിച്ചില്ലേ, FM-ന്റെ ലാബ്. ഓക്കെ, ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ലാബിൽ നിങ്ങൾക്ക് ഇന്റേണൽ 50, എക്സ്റ്റേണൽ 50 ആയിരിക്കും. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാപ്സ്, പൈപ്പ് ഫിറ്റിംഗ്സിനെ പറ്റിയുള്ള സ്റ്റഡി ഉണ്ടായിരിക്കും. പിന്നെ പ്രഷർ ഗേജ് ഒക്കെ കാലിബ്രേറ്റ് ചെയ്യാൻ, അങ്ങനെ നമുക്ക് കുറച്ച് മെറ്റാ സെന്ററിന്റെ എക്സ്പെരിമെന്റ്സ്, ബെഞ്ചോറിമീറ്റർ, ഓർഫേസ്, അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഒരു എക്സ്പെരിമെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അറ്റൻഡൻസ് 5, പ്രിപ്പറേറ്ററി വർക്ക് പ്രിപ്പറേഷൻ ഒക്കെ 25, ഇന്റേണൽ 20, ടോട്ടൽ അങ്ങനെ 50 വരും. ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ആണെങ്കിൽ നമ്മളൊരു പ്രൊസീജിയർ, പ്രിപ്പറേറ്ററി വർക്കിന് 10 മാർക്ക്, പിന്നെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് 15, റിസൾട്ടിന് 10, വൈവ 10, റെക്കോർഡ് 5, അങ്ങനെ ടോട്ടൽ 50 മാർക്സ് ആണ് ഉണ്ടാവുക. ഇനി ഇവിടെ നമുക്ക് പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ലാബ് വർക്ക് 7, എക്സ്പെരിമെന്റ് 7, ലാബ് റിപ്പോർട്ട്, അതിന് ലാബ് റെക്കോർഡ് കീപ്പിങ്ങിനൊക്കെ ഒരു 6 മാർക്ക്, വൈവയ്ക്ക് 5, അങ്ങനെയാണ് ടോട്ടൽ 25 മാർക്ക് CAക്ക് വരിക, കണ്ടിന്യൂസ് അസസ്മെന്റിൽ വരും. ഇനി അടുത്തത് നമുക്ക് ഈ 50 മാർക്ക് എക്സ്റ്റേണലിൽ വരിക. നമ്മുടെ പ്രൊജക്ടിന്റെ പ്രിലിമിനറി വർക്കിനൊക്കെ ഒരു 10 മാർക്ക് ഉണ്ടാവും, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന് 15, പിന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് 10 മാർക്ക്, വൈവ 10, റെക്കോർഡ് 5, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ലാബിന് മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ S3-ൽ നിങ്ങളുടെ വന്ന സബ്ജക്റ്റുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻലി നിങ്ങളുടെ കോർ ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് SA1 ആണ്, സ്ട്രക്ചർ അനാലിസിസ് 1 ആണ്, വേറൊന്ന് FM ആണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്, വേറൊന്ന് സർവേ ആണ്. ഓക്കെ, അപ്പോൾ സർവേ ഒരു ഹാഫ് പോർഷൻ നിങ്ങൾക്ക് നല്ല എന്റർടൈനിങ് ആയിട്ട് പോകും. പിന്നെ നമുക്ക് കുറച്ച് ഈ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണം, കുറച്ച് മെത്തേഡ്സ്, GIS ഒക്കെയാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, സർവേയുടെ തുടക്കത്തിൽ വെച്ചും കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. നന്നായിട്ട് റെഫർ ചെയ്യുക, നല്ല മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലേൺനോയിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. S3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കോർ ഏരിയയിലോട്ട് കിടക്കുക, നമ്മുടെ സബ്ജക്റ്റുകളിലോട്ട് നമ്മൾ കിടക്കുക അല്ലേ. നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ, നിങ്ങൾ ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ നിങ്ങൾ ബ്രാഞ്ച് എടുത്തത്, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. S3-ൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് ഇതിന്റെ ബാക്കിയായിരിക്കും. S4-ൽ അല്ലെങ്കിൽ S5-ൽ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഒരു ഗ്യാപ്പില്ല, അതായത് ക്ലാസ് ഒന്നും കട്ട് ചെയ്യാതെ മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓരോ ടോപ്പിക്സ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് വരെ വലിയ
വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അല്ലെങ്കിൽ അവസാനമാകുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരും. എക്സാം ഒക്കെ ആകുമ്പോൾ ടെൻഷൻ ആകും അല്ലേ? അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ലൊരു സെമസ്റ്റർ ആയിരിക്കട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.